So students, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമിസ്റ്ററിൻ്റെ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള തേർഡ് സെമിസ്റ്റർ മെയിൻ മാത്തമാറ്റിക്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസാണ്, പുതിയ സിലബസാണ് ഞാൻ പറയുന്നത്. തേർഡ് സെമിസ്റ്ററിൻ്റെ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള അതിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ലിമിറ്റ് കഴിഞ്ഞ ഉടനെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡിസ്കസ് ചെയ്യുന്നത് സംശയം തോന്നാം. പക്ഷേ ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൽ 2-3 കാര്യങ്ങൾ പറയുന്നതൊക്കെ നമ്മുടെ ലിമിറ്റ് വെച്ചിട്ടാണ്, ലിമിറ്റിൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് പലതും നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആ ലിമിറ്റിൻ്റെ കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുള്ളപ്പോൾ തന്നെ ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്താണ്, അതെങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം തന്നെ ഇത് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഒന്നും പറയുന്നില്ല, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്താണെന്നും അത് എങ്ങനെ കണ്ടുപിടിക്കാം, ഇവാലുവേറ്റ് ചെയ്യാം എന്നും മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോ ചിലപ്പോൾ അടുത്ത വീഡിയോ കൂടെ പ്രോബ്ലംസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. എന്താണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ? ദ ഇൻ്റഗ്രൽ a to b f of x dx is called an improper integral if a equal to minus infinity or b equal to infinity or both. ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള എന്താ പറയുക എലിമെൻ്ററി ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ. അതായത് ഇൻ്റഗ്രൽ a to b f of x dx എപ്പോഴാണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആകുന്നത്? ഒന്നുമില്ലെങ്കിൽ a മൈനസ് ഇൻഫിനിറ്റി ആകാം, അതല്ലെങ്കിൽ b ഇൻഫിനിറ്റി ആകാം, അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ സംഭവിക്കാം. അങ്ങനെ വരുമ്പോൾ ദാറ്റ് ബിക്കംസ് ആൻ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ. അതല്ലെങ്കിൽ f of x ഹാസ് ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി ഓൺ വൺ ഓർ മോർ പോയിന്റ്സ് ഓൺ എ ബി. ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചിലപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കാം. ഇറ്റ് ഹാസ് അൻ ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി. ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി എന്താണെന്നുള്ളത് കാൽക്കുലസ് 1 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ ഒക്കെ കിട്ടുന്നത് അതിനെയാണ് ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക, പല ഡെഫിനിഷൻസ് ഉണ്ടാകാം, നമ്മൾ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിയാൽ എന്താണെങ്കിലും ഇൻ്റഗ്രൽ a to b f of x dx എഫ് ഓഫ് എക്സിന് എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഒരു ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്നും പറയും. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഫസ്റ്റ് കൈൻഡ് സെക്കൻഡ് കൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്താണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡെഫിനിഷൻ മാത്രം പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലങ്ങളിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് പറയാം. അപ്പോൾ ഓർക്കുക, ഇൻ്റഗ്രൽ a to b f of x dx is called an improper integral if either a equal to minus infinity or b equal to infinity or both. അതല്ലെങ്കിൽ f of x has an infinite discontinuity or more, അല്ലെങ്കിൽ f of x has infinite discontinuity at one or more points in the interval a b. ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതിനെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ കാണാം. എക്സാമ്പിൾ ഇൻ്റഗ്രൽ 1 to infinity ln x by x square dx. അത് എന്താണ്? അത് ഫസ്റ്റ് ടൈപ്പ് വരുന്നതാണ്. എഫ് ഓഫ് എക്സ് എ ഈക്വൽ ടു ബി ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന. അപ്പോൾ ദിസ് ഈസ് എൻ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ a to b വേർ b ഈസ് ഇൻഫിനിറ്റി. രണ്ടാമത്തെ നോക്കുക, ഇൻ്റഗ്രൽ 0 to 4 dx by x minus 3 dx by x minus 3. അത് കണ്ടു കഴിഞ്ഞാൽ a to b dx by f of x എന്നുള്ള ഫോമിലാണ്. പക്ഷേ ഈ f of x പറയുന്ന 1 by x minus 3 എന്ന് പറയുന്ന ഫംഗ്ഷൻ 3 എന്ന് പറയുന്ന പോയിന്റിൽ ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അത് 3 എന്ന് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന് എഫ് ഓഫ് 3 ഈസ് ഇൻഫിനിറ്റി. അപ്പോൾ അത് നോക്കിയറിയാം, 1 by x minus 3 എന്ന് പറയുന്ന ഫംഗ്ഷൻ 0-ന്റെയും 4-ന്റെയും ഇടയിൽ ഒരു പോയിന്റിൽ ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂസ് ആണ്. 3 എന്ന് പറയുന്ന പോയിന്റിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആണ്, ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെ പക്ഷേ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇൻ്റഗ്രൽ 0 to infinity e raised to minus x by x minus 2. അതായത് ഇൻ്റഗ്രൽ a to b where b is infinity or this function f of x has an x equal to 2 എന്ന് പറയുന്ന പോയിന്റിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇൻ്റഗ്രലുകളെയാണ് നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് പറയുന്നത്. ഒന്നുകൂടെ പറയുകയാണ്. നൗ സപ്പോസ് എഫ് ബി ഇൻ്റഗ്രബിൾ ഓൺ എ ബി. നമ്മൾ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസിലേക്ക് പോവാണ്. സപ്പോസ് എഫ് ബി ഇൻ്റഗ്രബിൾ ഓൺ എ ബി, ദെൻ ഇൻ്റഗ്രൽ a to infinity f of x dx. അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡാണ് പറയുന്നത്. ഇൻ്റഗ്രൽ a to infinity f of x dx ഈക്വൽ ടു ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ a to b f of x dx. അതായത് ഇൻ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ലിമിറ്റ് ഉപയോഗിക്കുന്നു. ലിമിറ്റ് നമുക്ക് ഇതിന് പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും നമുക്ക് പോകണ്ട, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ a to infinity f of x dx ഈസ് ദ സെയിം ആസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ a to b f. പക്ഷേ എഫ് ഓഫ് എക്സ് ഇൻ്റഗ്രബിൾ ആയിരിക്കണം, അത് വേറെ വിഷയം, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. എന്തായാലും ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ a to b f of x dx. ഈ രീതിയിൽ എഴുതുക. സപ്പോസ് ഈ രീതിയിൽ ലിമിറ്റ് ഇസ് ഫൈനൈറ്റ്
അപ്പോൾ ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ സംഭവത്തിന് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ ഫൈനൈറ്റ് ആയിട്ടായിരിക്കും ലിമിറ്റ് കിട്ടുക. അങ്ങനെ വരുമ്പോൾ വി സേ ദാറ്റ് ദിസ് ഇൻറ്റഗ്രൽ കൺവെർജസ് ആൻഡ് വാല്യൂ ഓഫ് ദാറ്റ് ലിമിറ്റ് കൺവെർജസ് ടു ദാറ്റ് പർട്ടിക്കുലർ ലിമിറ്റ് ആൻഡ് വാല്യൂ ഓഫ് ദാറ്റ് ലിമിറ്റ് വിൽ ബി ദ വാല്യൂ ഓഫ് ദ ഇൻറ്റഗ്രൽ. അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇൻറ്റഗ്രൽ a to infinity f of x dx can be written as limit b tends to infinity integral a to b f of x dx. If this integral or the value of this limit, ഈ സംഭവം നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇൻറ്റഗ്രൽ വെച്ചിട്ട് നമുക്ക് സാധാരണ പോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ലിമിറ്റിന് ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുകയും ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയും ഫൈനൈറ്റ് വാല്യൂ കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ we say that this integral converges to that limit and the value of that limit is the value of the integral. Otherwise the integral diverges. അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതല്ല, ഇൻറ്റഗ്രലിൽ ഡൈവേർജ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറയും. ഇങ്ങനെയല്ല, ഈ ലിമിറ്റ് ഫൈനൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ. ഇതേപോലെ തന്നെയാണ് ഇൻറ്റഗ്രൽ -∞ to b f of x dx. അപ്പോൾ എന്തായിരിക്കും ഇവിടെ വരിക? ലിമിറ്റ് integral -∞ to b f of x dx can be written as limit a tends to -∞. ഇവിടെ അടിയിൽ -∞ ആണ്. ഇത് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ആണ്. ലിമിറ്റ് a tends to -∞ integral a to b f of x dx. അപ്പോൾ ഈ ഇൻറ്റഗ്രൽ നേരിട്ട് കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ ഈ ലിമിറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഈ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഈ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ്. ഫൈനൈറ്റ് ആണെങ്കിൽ ദാറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ആൻഡ് വാല്യൂ ഓഫ് ദാറ്റ് ലിമിറ്റ് വിൽ ബി ദ സെയിം ആസ് വാല്യൂ ഓഫ് ദാറ്റ് ഇൻറ്റഗ്രൽ. അതർവൈസ് ദ ഇൻറ്റഗ്രൽ ഡൈവേർജസ്. ഇവർ രണ്ടും ഒരുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് ഈ എഴുതിയിട്ടുള്ള മെത്തേഡിനൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻറ്റഗ്രൽ a to infinity f of x dx is limit b tends to infinity integral a to b f of x dx. Integral -∞ to b f of x dx is limit a tends to -∞ integral a to b f of x dx. രണ്ടിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലിമിറ്റാണ് ആ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ. അപ്പോൾ ഇൻറ്റഗ്രൽ കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറയും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇൻറ്റഗ്രൽ ഓർ ദ ലിമിറ്റ് ഡൈവേർജസ് അല്ലെങ്കിൽ ദ ഇൻറ്റഗ്രൽ ഡൈവേർജസ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫോമും കൂടി ഉണ്ട്. അതായത് ഓൾസോ ഇൻറ്റഗ്രൽ -∞ to infinity f of x dx. ഇൻറ്റഗ്രൽ -∞ ഓർ ബോത്ത് ആണ്. a equal to -∞ or b equal to infinity or both. അപ്പോൾ ബോത്ത് വരുന്ന കേസാണത്. a equal to -∞, b equal to infinity രണ്ടും വരുന്ന കേസാണ്. അപ്പോൾ ഇൻറ്റഗ്രൽ -∞ to infinity f of x dx. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ, ഈ രീതിയിലത്തെ രണ്ട് ഇംപ്രോപ്പർ ഇൻറ്റഗ്രലാക്കി മാറ്റുകയാണ്. അതായത് ഇൻറ്റഗ്രൽ -∞ to 0 f of x dx പ്ലസ് ഇൻറ്റഗ്രൽ 0 to infinity f of x dx. ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതും. അപ്പോൾ ഈ ഇൻറ്റഗ്രൽ -∞ to infinity f of x dx ചെയ്യുന്നതിന് പകരം ഇൻറ്റഗ്രൽ -∞ to 0 f of x dx പ്ലസ് ഇൻറ്റഗ്രൽ 0 to infinity f of x dx. ഈ രണ്ട് സെപ്പറേറ്റ് ഇൻറ്റഗ്രലുകളും ഈ ലിമിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ആദ്യത്തെയും രണ്ടാമത്തെയും ലിമിറ്റ് ഉപയോഗിച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ആ ലിമിറ്റുകൾ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഇസ് ഇൻറ്റഗ്രബിൾ ഇൻ -∞ to infinity. The integral in LHS exists if and only if both integrals of RHS converges. അതായത് രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കുന്നത് ഈ ഫോർമുല വെച്ചിട്ടാണ്, ലിമിറ്റ് വെച്ചിട്ടാണ്. ഇത് കണ്ടുപിടിക്കുന്നത് ആദ്യത്തെ ലിമിറ്റ് വെച്ചിട്ടാണ്. ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ LHS exists if and only if both integrals converges. ഈ രണ്ട് ഇൻറ്റഗ്രലുകളും കൺവെർജ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ലിമിറ്റ് വെച്ചിട്ട് രണ്ടിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ഇൻറ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഒരു കോമൺ ജനറലൈസേഷൻ പോലെ തന്നെയാണ്. ഇത് രണ്ടും അറിയാമെങ്കിൽ ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ 3 തരം ഇൻറ്റഗ്രൽ വന്നു. ആദ്യത്തേത് എന്താ പറയുക, ഇൻറ്റഗ്രൽ a to infinity. രണ്ടാമത്തേത് ഇൻറ്റഗ്രൽ -∞ to b. മൂന്നാമത്തേത് ഇൻറ്റഗ്രൽ -∞ to infinity. മൂന്നും എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണ്. മൂന്നാമത്തെ വരുന്നത് രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ളതാണ്. സോ ദാറ്റ്സ് അബൌട്ട് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽസ് ഡെഫിനേഷൻ. ഇനി നമുക്ക് 2-3 ചെറിയ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. വളരെ എളുപ്പമുള്ള 2-3 പ്രോബ്ലംസ് ചെയ്യാം ഈ ഫോർമുല ഉപയോഗിച്ചിട്ട്. ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ 1 to infinity 1/x² dx. ഇൻറ്റഗ്രൽ 1 to infinity 1/x² dx. അപ്പോൾ ഈ ഫസ്റ്റ് ഫോം ഇൻറ്റഗ്രലാണ് വരുന്നത്, ഫസ്റ്റ് ടൈപ്പ് ഇൻറ്റഗ്രലാണ്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? ഇൻറ്റഗ്രൽ 1 to infinity 1/x² dx ഈക്വൽ ടു, ഇവിടെ നോക്കൂ, ഇൻറ്റഗ്രൽ a to infinity f of x dx is limit b tends to infinity integral a to b f of x. ലിമിറ്റ് b tends to infinity integral a to b f of x dx. അപ്പോൾ ഇവിടെ വരുമ്പോൾ
Integral 1 to infinity 1 by x square dx is limit b tends to infinity integral 1 to b, the integral a to b, limit b tends to infinity integral a to b f of x. അപ്പോൾ integral അല്ലെങ്കിൽ limit b tends to infinity integral 1 to b 1 by x square dx. സെയിം ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്തു, which is equal to limit b tends to infinity minus 1 by x within the limits 1 to b. ഇത് ഈ ഇൻ്റഗ്രലിൻ്റെ സാധാരണ ഇൻ്റഗ്രലാണ്. ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ള ഫോർമുല തന്നെയാണ്. ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ ഈസ് മൈനസ് 1 ബൈ എക്സ്, അല്ലെങ്കിൽ മൈനസ് 1 ബൈ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ബൈ എക്സ് സ്ക്വയർ കിട്ടും. അത് പ്ലസ് ടുവിലത്തെ പോർഷൻസ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് 1 ബൈ എക്സ് വിതിൻ ദ ലിമിറ്റ്സ് 1 ടു ബി. ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് 1 ബൈ ബി, ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് 1 ബൈ ബി അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ഈ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് 1 ബൈ ബി മൈനസ് -1 മൈനസ് ഓഫ് -1 ബൈ 1 ആണ് വരിക. ഇതിൽ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 മൈനസ് വരും. -1 ബൈ ബി, ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -1 ബൈ ബി ആണ്. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -1 മൈനസ് ഓഫ് -1 ബൈ എക്സ്. അത് എഴുതി നോക്കിയാലേ കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ, തെറ്റാതെ ചെയ്യണം. മൈനസ് ഓഫ് -1 ബൈ 1, അപ്പോൾ ദാറ്റ് ഇസ് +1. 2 മൈനസ് വരും ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ. മൈനസ് ഓഫ് -1 ബൈ 1 എന്ന് പറഞ്ഞു വരുമ്പോൾ 2 മൈനസ് വരുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി -1 ബൈ ബി +1. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി, ബിക്ക് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ യു വിൽ ഗെറ്റ് ദ ലിമിറ്റ് ആസ് 1. അപ്പോൾ ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് ഈസ് നത്തിങ് ബട്ട് 1. ഈ മുകളിലത്തെ ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള എളുപ്പമുള്ള ഒരു പ്രോബ്ലമാണ്. നൗ കം ടു ദ സെക്കൻഡ് പ്രോബ്ലം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ -∞ ടു 0 x e raised to x dx. ഇതാണ് പ്രോബ്ലം. ഇൻ്റഗ്രൽ -∞ ടു 0 x e raised to x dx. അപ്പോൾ അതാ ഈ സെക്കൻഡ് ടൈപ്പ് ആണ് വരുന്നത്. സെക്കൻഡ് ടൈപ്പ് ആണ്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? ലിമിറ്റ് എ, ഇവിടെ നോക്കൂ, ലിമിറ്റ് -∞ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ലിമിറ്റ് എ ടെൻസ് ടു -∞. ഇൻ്റഗ്രൽ -∞ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ -∞ ടു 0 x e raised to x dx ഈക്വൽ ടു ലിമിറ്റ് എ ടെൻസ് ടു -∞ ഈക്വൽ ടു ലിമിറ്റ് എ ടെൻസ് ടു -∞ a to 0. ഇത് നേരെ അപ്ലൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഫോർമുല നേരെ അപ്ലൈ ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ലിമിറ്റ് എ ടെൻസ് ടു -∞ ഇൻ്റഗ്രൽ a to 0 x e raised to x dx. ലിമിറ്റ് എ ടെൻസ് ടു -∞. ഇവിടെ ഇൻ്റഗ്രൽ യു വി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്നതാണ്. ഇൻ്റഗ്രൽ യു വി ഈക്വൽ ടു ഇൻ്റഗ്രൽ യു ഡി വി ഈക്വൽ ടു യു വി മൈനസ് ഇൻ്റഗ്രൽ വി ഡി യു. അപ്പോൾ ഇവിടെ ഞാൻ യു ആയിട്ട് എടുത്തിട്ടത് എക്സ് ആണ്. മൈ ഡി വി ഈസ് ഇ റേസ് ടു എക്സ്. ഐലേറ്റ് എന്ന് പറയുന്ന റൂൾ ഉപയോഗിച്ച് ആണ് നമ്മൾ. എനിവേ അത് നിങ്ങൾ പ്ലസ് ടുവിലത്തെ പോർഷനാണ്. ഇൻ്റഗ്രൽ യു ഡി വി ഈക്വൽ ടു, ചിലപ്പോൾ വേറൊരു തരത്തിലായിരിക്കും നിങ്ങൾ ഫോർമുല പഠിച്ചിട്ടുണ്ടാകുക. എന്തായാലും അത് ആ ഫോർമുലയാണ്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. അത് വെച്ചിട്ടുള്ള ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻ്റഗ്രൽ യു ഡി വി ഈക്വൽ യു വി മൈനസ് ഇൻ്റഗ്രൽ വി ഡി യു. അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്ന എക്സും ഡി വി എന്ന് പറയുന്ന ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ ഡി വിയിൽ നിന്ന് വി കിട്ടാനായിട്ട് ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ്, ദാറ്റ് ഇസ് ഇ റേസ് ടു എക്സ് ഇറ്റ് സെൽഫ്. അപ്പോൾ യു വി എന്ന് പറയുന്നത് എക്സ് ഇ റേസ് ടു എക്സ്. അപ്പോൾ ഡി വി ഇ റേസ് ടു എക്സ് ആണെങ്കിൽ വി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ്, ദാറ്റ് ഇസ് ഇ റേസ് ടു എക്സ്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പറഞ്ഞു തരാൻ പറഞ്ഞാൽ വെറുതെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാതെ നീട്ടി കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇൻ്റഗ്രൽ ഈ ഫോർമുലയോട് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇ റേസ് ടു എക്സ് വിത്തിൻ ദ ലിമിറ്റ്സ് എ ടു 0 മൈനസ് ഇൻ്റഗ്രൽ എ ടു 0 ഇ റേസ് ടു എക്സ് ഡി എക്സ് വി ഡി യു. വി ഡി യു എക്സ് ആണ് നമ്മുടെ യു എങ്കിൽ ഡി യു എന്ന് പറഞ്ഞാൽ ഡി എക്സ് ആണ്. അപ്പോൾ എക്സ് ഇ റേസ് ടു എക്സ് വിത്തിൻ ദ ലിമിറ്റ്സ് എ ടു 0 മൈനസ് ഇൻ്റഗ്രൽ എ ടു 0 ഇ റേസ് ടു എക്സ് ഡി എക്സ്. പ്യുവർ ഇൻ്റഗ്രേഷൻ ആണ്. ഞാൻ ഫർദർ എക്സ്പ്ലെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ തീരില്ല, ഒരുപാട് നീണ്ടുപോകും. അത് പ്ലസ് ടു ടോപ്പിക്കാണ്, അത് റെഫർ ചെയ്ത് നോക്കുക. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 മൈനസ് എ ഇ റേസ് ടു എ, 0 മൈനസ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 മൈനസ് ലോവർ ലിമിറ്റ് ആണ് മൈനസ് എ ഇ റേസ് ടു എ മൈനസ് ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ഇ റേസ് ടു എക്സ് വിത്തിൻ ലിമിറ്റ്സ് എ ടു 0, ഇ റേസ് ടു എക്സ് വിത്തിൻ ദ ലിമിറ്റ്സ് എ ടു 0. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എ ടെൻസ് ടു -∞ മൈനസ് എ ഇ റേസ് ടു എ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 ആകും. -1 ഈ മൈനസ്, അപ്പോൾ മൈനസ് ഇ റേസ് ടു 0 ദാറ്റ് ഇസ് 1 -1
minus e raised to a minus e raised to a എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും, ദാറ്റ് ഇസ് പ്ലസ് ഇ റേസ് ടു എ. അപ്പോൾ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് എ ഇ റേസ് ടു എ മൈനസ് 1 പ്ലസ് ഇ റേസ് ടു എ. ദാറ്റ് ഇസ് ഇതിൽ എക്ക് മൈനസ് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി, ദാറ്റ് ഇസ് 0. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ലിമിറ്റിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ലിമിറ്റ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എവിടെയൊക്കെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി. 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി ഈസ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി ഈക്വൽ ടു 0. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി ഈസ് ഇൻഫിനിറ്റി, 1 ബൈ ഇൻഫിനിറ്റി ദാറ്റ് ഈസ് 0. അപ്പോൾ ദിസ് ബിക്കംസ് 0. അപ്പോൾ 1ന് വ്യത്യാസം വരില്ല. ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് എ ബൈ ഇ റേസ് ടു മൈനസ് എ മൈനസ് എ ബൈ ഇ റേസ് ടു മൈനസ് എ മൈനസ് എ ഇ റേസ് ടു എ എന്നുള്ളതിനെ ഞാൻ 1 ബൈ ഇ റേസ് ടു മൈനസ് സിംപ്ലിഫിക്കേഷൻ ആണ്. മൈനസ് എ ഇതിനെ 1 ബൈ ഇ റേസ് ടു മൈനസ് എ എന്ന് എഴുതി. അപ്പോൾ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് എ ബൈ ഇ റേസ് ടു മൈനസ് എ മൈനസ് 1. ഇവിടെ ഇങ്ങനെ എഴുതാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലാണ് നിങ്ങൾക്ക് കിട്ടുക. ചെയ്ത് നോക്കിക്കോളൂ. എക്ക് മൈനസ് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ദാറ്റ് ഇസ് പ്ലസ് ഇൻഫിനിറ്റി, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി. ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലാണ് അവിടെ എഴുതിയിട്ടുണ്ട്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലാണ് ഇത് കിടക്കുന്നത്. ഇവിടെ നമുക്ക് എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് 1 ബൈ മൈനസ് 1 ഇ റേസ് ടു മൈനസ് എ ഡിഫറൻഷ്യലാണ് എഫ് ഡാഷ് ബൈ ജി ഡാഷ്. ലിമിറ്റ് എ ടെൻസ് ടു അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ്. അപ്പോൾ ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇതിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് 1 ബൈ ഇ റേസ് ടു മൈനസ് എ ഡിഫറൻഷ്യൽ ഇ റേസ് ടു മൈനസ് എ ഇൻറ്റു മൈനസ് 1 ആണ്. അപ്പോൾ this is equal to limit a tends to minus infinity minus 1 by minus 1 e raised to minus a. The minus 1 already in that this is 0. ഈ സാധനം 0 ആണ് വരിക, that is minus 1. ഈ സിംപ്ലിഫിക്കേഷൻ ഞാൻ എത്ര ഒരു റിയൽ ടൈം ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന പോലെ പറഞ്ഞു തരാൻ നമുക്ക് വീഡിയോയിൽ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് എന്താ ചെയ്തതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഒന്ന് മനസ്സിരുത്തി ഒന്നും കൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ടെക്സ്റ്റിൻ്റെ ബാക്കിലെ പ്രോബ്ലമാണ്, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തതെന്നുള്ളത്. ഇവിടെ എൽ ഹോസ്പിറ്റലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ എഴുതാം എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. അത് ശ്രദ്ധിച്ചിട്ട് ഒന്നുകൂടെ വർക്കൗട്ട് ചെയ്യുക. എനിവേ ദ ആൻസർ വിൽ ബി മൈനസ് 1. ദിസ് ഇന്റഗ്രൽ റെഡ്യൂസസ് ടു ഓർ ഇവാലുവേറ്റഡ് ദിസ് ഇന്റഗ്രൽ ക്യാൻ ബി ഇവാലുവേറ്റഡ് ആസ് -1. So that is our problem. Now come to the third problem. Integral minus infinity to infinity dx by x square plus 4. ഈ ടൈപ്പാണ്, മൂന്നാമത്തെ ടൈപ്പാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം നമുക്ക്? This integral equal to integral minus infinity to 0 dx by x square plus 4 plus integral 0 to infinity dx by x square plus 4. Integral split ചെയ്തു, മൈനസ് ഇൻഫിനിറ്റി ടു 0 ആൻഡ് 0 ടു ഇൻഫിനിറ്റി. അപ്പോൾ ഈ ടൈപ്പാണ് വരുന്നത്. ഇനി ഈ ഓരോ ഇൻറ്റഗ്രലും നമ്മൾ ലിമിറ്റ് വെച്ച് വാല്യൂവേറ്റ് ചെയ്യണം. ഈ ഫോർമുല ആദ്യത്തെ രണ്ടാമത്തെ ഫോർമുല വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4. This is the same as limit a tends to minus infinity integral a to 0 dx by x square plus 4. ഈ ഫോർമുലയാണ് സെക്കൻഡ് ഫോർമുല. This is equal to limit a tends to minus infinity integral a to 0 dx by x square plus 4 plus limit b tends to infinity integral 0 to b dx by x square plus 4. ഇത് ആദ്യത്തെ ഫോർമുലയാണ്. അപ്പോൾ ഈക്വൽ ടു ദിസ് ഇസ് ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇതിൻ്റെ ഇൻറ്റഗ്രൽ നിങ്ങൾ പ്ലസ് ടുവിലത്തെ ടോപ്പിക്കുകളൊന്ന് മറിച്ച് നോക്കുക. ദിസ് ഇസ് 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇതിൻ്റെ ഇൻറ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ദാറ്റ് ഇസ് integral dx by x square plus a square is 1 by a tan inverse x by a. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എഴുതി വയ്ക്കാം integral dx by x square plus a square equal to 1 by a tan inverse x by a. അതാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഇൻറ്റഗ്രലുകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് അതാണ്. This is integral. Okay, അപ്പോൾ ഈ ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ this integral is
ലിമിറ്റ് എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 1/a. എ എന്ന് പറയുന്നത് അവിടെ നോക്കൂ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൽ 4 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 1/a 1/2 tan inverse x by a 1/a tan inverse x by a 1/2 tan inverse x by 2 within the limits a to 0 plus limit b tends to infinity 1/2 tan inverse x by 2 within the limits 0 to b. സാധാരണ ഇൻ്റഗ്രലാണ്. ആ കൂടി ഈ ഫോർമുല മാത്രമേ അറിയേണ്ട ആവശ്യമുള്ളൂ. ഇതെങ്ങനെ ഇതിൽ നിന്ന് എങ്ങനെ ഇതിലേക്ക് എത്തി. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഫോർമുല ഫോർ ഇൻ്റഗ്രൽ ഓഫ് dx by x square plus a square പ്ലസ് 2 ടോപ്പിക്കുകൾ എടുത്ത് നോക്കുക. അല്ലെങ്കിൽ സെം 1ത്തെ ഏതെങ്കിലും ബുക്കുകൾ മാത്സിൻ്റെ ബേസിക് ബുക്കുകൾ എടുത്ത് നോക്കിയാൽ മതി. ഇൻ്റഗ്രേഷൻ ഉള്ള ഏതെങ്കിലും ബുക്ക് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ദിസ് ഇസ് limit a tends to minus infinity 1/2 tan inverse x by 2 plus limit b tends to infinity 1/2 tan inverse x by 2 within the limit 0 to b. ഇവിടെ a to 0 ആണ്. Now നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ tan inverse 0 that is 0 itself. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. tan inverse 0 തന്നെയാണ്. മൈനസ് tan inverse a by 2 മൈനസ് 1/2 tan inverse a by 2 ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇതിൽ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ 0 മൈനസ് ആണ് വരിക. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 ആണ്. tan inverse 0 is 0. ലോവർ മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ മൈനസ് 1/2 ഇൻറ്റു tan inverse a by 2 പ്ലസ് ലിമിറ്റ് b tends to infinity. ഇവിടെയും അതേപോലെ തന്നെ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/2 tan inverse b by 2. അപ്പർ ലിമിറ്റിൽ 1/2 tan inverse b by 2 മൈനസ് tan inverse 0 ആണ്. അതും 0 തന്നെയാണ്. ഇവിടെ എഴുതിയാൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അത് ഓർത്താൽ മതി. അപ്പർ ലിമിറ്റ് 1/2 tan inverse b by 2 മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 1/2 tan inverse 0. tan inverse 0 തന്നെയാണ്. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല. 1/2 tan inverse b by 2. Now limit a tends to minus infinity minus 1/2 tan inverse a by 2 plus limit b tends to infinity 1/2 tan inverse b by 2. നോക്കൂ minus 1/2 tan inverse minus infinity minus 1/2 tan inverse ലിമിറ്റ് കൊടുക്കുകയാണ്. ഈ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ നേരിട്ട് ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ minus 1/2 tan inverse minus infinity plus 1/2 tan inverse infinity. കാൽക്കുലേറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കുകളോ നോക്കുക. മൈനസ് 1/2 tan inverse minus infinity എന്ന് പറയുന്നത് മൈനസ് π/2 ആണ്. ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. tan inverse minus infinity is minus π/2. tan inverse infinity is π/2. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാലും മതി. സയന്റിഫിക് കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ മൈനസ് 1/2 tan inverse minus infinity എന്ന് പറയുന്നത് മൈനസ് 1/2 ഇൻറ്റു മൈനസ് π/2 പ്ലസ് 1/2 tan inverse infinity എന്ന് പറയുന്നത് 1/2 π/2. അതായത് π/4 പ്ലസ് π/4 ഇത് π/4 ആണ്. π/2 ഇൻറ്റു 1/2 ദാറ്റ് ഇസ് π/4 പ്ലസ് π/2 ഇൻറ്റു 1/2 ദാറ്റ് ഇസ് ഇപ്പോൾ രണ്ട് മൈനസ് ആകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ π/4 പ്ലസ് π/4 ദാറ്റ് ഇസ് π/2. സോ ദാറ്റ് ഇസ് അവർ തേർഡ് പ്രോബ്ലം. അപ്പോൾ ഇതാണ് ഈ ഇന്നൊരു വീഡിയോയിൽ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷനും ലിമിറ്റ് ഉപയോഗിച്ചിട്ട് അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്ലാസ്സുകളിൽ പ്രോബ്ലംസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. സോ ദിസ് ഇസ് an introduction to improper integrals. I am stopping here. ബാക്കിയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.